ഓണായിട്ട് നമ്മുടെ കോളേജ് എന്താ പരിപാടി എന്ന് വെച്ചില്ലേ, നമ്മുടെ കോളേജിൽ ഓണാഘോഷാട്ടാ. പിള്ളേരൊക്കെ മടി പിടിച്ചിരുന്നുണ്ടല്ലോ, മിസ്സുമാരുണ്ട് പണിയെടുക്കുന്നുണ്ടോ, മിസ്സുമാരൊക്കെ ഒരേ പൊളിയാട്ടാ. ഓണാഘോഷത്തിന്റെ തലേ ദിവസം ഉണ്ടല്ലോ നമ്മുടെ കോളേജ് ഒരു മെഗാ തിരുവാതിര ഇട്ടാ. 4 പാടൊന്നും നിറയെ പിള്ളേർ മുമ്പിൽ. തിരുവാതിര കഴിഞ്ഞ പിന്നെ നേരെ നമ്മുടെ വടംവലിട്ട് കിടക്കട്ടോ. വടംവലിയുടെ ഫൈനൽ എന്നാട്ടാ. വടംവലിയുടെ ഫൈനൽ കഴിഞ്ഞ പിന്നെ നമ്മൾ ക്ലാസ് ചെന്ന പണ്ടല്ലോ ദേ റോള് നാളെ തകർക്കാനാട്ടാ. പിന്നെ വീട്ടിൽ ചെന്നിട്ടുണ്ടല്ലോ ബസ് കയറി എങ്ങോട്ട് പോണേന്നറിയാം. നാളത്തെ പരിപാടിയില്ലേ, കാർ എടുക്കാൻ പോണതാ, തകർക്കണ്ടേ. അങ്ങനെ ദിവസം വന്നിട്ടാ എല്ലാരും കൃത്യ ടൈമിൽ വന്നുണ്ടായിരിക്കും. ഭയങ്കര തിരക്കായിരുന്നു. കോളേജിൽ കയറാൻ കുറെ ടൈം എടുത്തുട്ടാ. ക്ലാസ്സിലെത്തിയപ്പോ ഞാൻ വിചാരിച്ചു ഞാനാ ലേറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ എത്തിയപ്പോഴേക്കും മനസ്സിലായി ഇനിയും പിള്ളേർ വരാണ്ടെന്നിട്ടാ. പിന്നെ അധികം നേരം സമയം കളഞ്ഞിട്ടാ നേരെ വെച്ച് പിടിച്ചുട്ടാ എങ്ങോട്ട് ഗ്രൗണ്ടിൽ കിട്ടാ. അങ്ങനെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യന്റെ ഊപ്പാളകിട്ടാ. എന്തായാലും പരിപാടി കസറിട്ടാ. പരിപാടി കഴിഞ്ഞ് ഞാനും എന്റെ ചങ്ങായിമാരോടുണ്ടല്ലോ പിന്നെ നമ്മൾ കറങ്ങിറങ്ങിട്ടാ. ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ലാന്ന്, എങ്ങോട്ട് പോകുന്ന ഒരുപ്പെടുത്തുണ്ടല്ലോ. അവസാനം ചെന്നെത്തിയതുണ്ടല്ലോ നേരെ ഒരു തൂക്കുവാലത്തിലട്ടാ. ആദ്യം കയറാൻ പേടി ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ തൂക്കുവാലം കണ്ടപ്പോൾ തന്നെ കയറാൻ തോന്നിയിരുന്നു. കാരണം നല്ല അടിപൊളിയായിട്ട് പണി വെച്ചേക്കണേ. മെയിൻ ആയിട്ട് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ പേജിൽ കുറച്ച് പോസ്റ്റ് ഇടണം, അതിനോട് കുറച്ച് പിക്ക് എടുക്കണം, നല്ല കിണ്ണം പിക്കുകൾ. അങ്ങനെ പിക്കൊക്കെ എടുത്തിട്ട് ഏതാണ്ടല്ലോ ഇത് ചെക്കനെ നോക്കിയപ്പോൾ ചെക്കന് വട്ടായി. യാഥാർത്ഥ്യത്തിൽ പറഞ്ഞാൽ ക്രിക്ക് ഇറങ്ങി, അത്രേ ഉള്ളൂ. ഇപ്പോഴേക്ക് ഇരുട്ടായി. പിന്നെ നേരെ ചങ്ങാനെ കൊണ്ടുവിടാനായിട്ട് ചങ്ങാന്റെ വീട്ടിൽ പോയിട്ട് അപ്പൊ അവന്റെ അമ്മ നമുക്ക് മിച്ചർ കൊണ്ട് വെച്ചപ്പോഴേക്കുണ്ടല്ലോ തേനീച്ചക്കൊണ്ട് കല്ലെറിഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്റെ ചെങ്ങായുടെ അനിയനുണ്ടല്ലോ, അവനെ കട്ട സബ്സ്ക്രൈബർ ആട്ടോ. എനിക്കവനെ ഭയങ്കര ഇഷ്ടം. ചെക്കനെ ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിയത് ഫ്യൂച്ചറിലായാലും ഞാൻ ആ കാര്യം മറക്കില്ല. എന്റെ ആദ്യത്തെ ഓട്ടോഗ്രാഫി കൊടുത്ത് അവനാട്ടോ. ആകെ വീഡിയോയുടെ മടി പിടിച്ചിരുന്ന തന്നെ ഉണ്ടല്ലോ മോട്ടിവേറ്റ് ചെയ്തത് ആ ചെറിയ ചെക്കനാട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പറയും അവനൊരു താങ്ക്സ്. അവന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കട്ടാ.